11 വർഷം ഞാൻ എൻ്റെ വീടിനേക്കാൾ കൂടുതൽ ഞാൻ ചെലവഴിച്ചത് ഈ ഭീമ എന്ന് പറയുന്ന സ്ഥാപനത്തിലും സ്ഥാപനത്തിനും വേണ്ടിയാണ്. കോവിഡ് സമയത്തും ഒക്കെ. പിന്നെ അത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി മുകളിലുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനൊരു മാനക്കേട് ഉണ്ടാകുമ്പോഴേ ആ കുഞ്ഞുങ്ങൾ പറയുമ്പോഴേ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഭീമ ജ്വല്ലറിയിലെ ജീവനക്കാരനെ ആക്ഷേപിച്ചുകൊണ്ട് പത്രപരസ്യം നൽകിയ ജ്വല്ലറി മാനേജ്മെന്റിന്റെ നടപടി മലയാളി വാർത്ത നൽകിയിരുന്നു. സംഭവത്തിൽ വെന്തുരുകുന്ന ഒരു മനുഷ്യനുണ്ട് അടൂരിൽ. പരസ്യത്തിൽ കൊടുത്തിട്ടുള്ളതും 11 വർഷം ഭീമ അടൂർ ഷോറൂമിൽ ജോലി നോക്കിയതുമായ എസ് ശ്രീരാജ്. ആ മനുഷ്യൻ മലയാളി വാർത്തയോട് മനസ്സു തുറന്നു. ഭീമ ഗോവിന്ദനിൽ നിന്ന് മകൾ ഭരണമേറ്റെടുത്തപ്പോൾ ഷോറൂമിലെ സിൽബന്ദി ജീവനക്കാരുടെ വാക്കുകേട്ട് നടത്തിയ പ്രതികാരമായിരുന്നു പരസ്യം എന്നാണ് ശ്രീരാജ് പറയുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന എസ് ശ്രീരാജ് എന്ന മനുഷ്യനുമായി ഭീമ ജ്വല്ലറിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇയാൾ നടത്തുന്ന സാമ്പത്തികമോ അല്ലാത്തതോ ആയ ഒരു പ്രവൃത്തിക്കും ഭീമ ഉത്തരവാദി ആയിരിക്കില്ല എന്നുമായിരുന്നു പരസ്യം. നാളിതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ശ്രീരാജിന്റെ ജീവിതത്തിൽ ശരിക്കും കരിനിഴൽ വീഴ്ത്തി ഈ അപകീർത്തിപ്പെടുത്തൽ. ശ്രീരാജ് മനസ്സ് തുറന്നപ്പോൾ, സംഭവങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് കണ്ണു നിറയിച്ചു ഞങ്ങളെയും. പ്രേക്ഷകരിത് കേൾക്കൂ. ഇപ്പൊ ഈ ഫോട്ടോ കൊടുത്തതിൽ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ നാണക്കേടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ നാണക്കേട് ഞാൻ തെറ്റിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ കൊണ്ട് എല്ലായിടത്തും സഹകരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഫാമിലിക്കുണ്ടായത്, എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായത് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. പോയ മാനം ഇനി അവര് എന്ത് ചെയ്തെന്ന് തന്നാലും അത് ഫലം കാണത്തില്ല. പക്ഷേ ഈ ചെയ്യിച്ചത് ആര് തന്നെയായാലും മുതലാളിയുടെ ഇളയ മകളായാലും അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയായാലും അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുന്ന HR മാനേജറായിട്ട് നിൽക്കുന്ന അശ്വതി എന്ന് പറയുന്ന മാഡമായാലും അതും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ അടൂർ ഷോറൂമിൽ നിൽക്കുന്ന ടെൻസിസഡ് മാരി എന്ന് പറയുന്ന മാനേജർ ഇപ്പോഴത്തെ പോസ്റ്റിൽ കൊണ്ടിരിക്കുന്ന ആളായാലും അതിന് താഴെയുള്ള മറ്റ് ഫ്ലോർ സൂപ്പർവൈസർ ആയാലും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളായാലും ആരായാലും ഇവരെല്ലാരും കൂടെ ഒക്കെ ചേർന്ന് കളിച്ച കളിയായാലും ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്. ഭീമ ജ്വല്ലറിയിലെ ധാരാളം ജീവനക്കാരുമായി മലയാളി വാർത്ത സംസാരിച്ചു. അവർക്കെല്ലാം ശ്രീരാജ് എന്ന ജനറൽ മാനേജറെ പറ്റി പറയാനുള്ളത് നല്ലതു മാത്രം. 11 വർഷമായി ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ശ്രീരാജ്. ഭീമ ഗോവിന്ദന്റെ പേരിലുള്ള ജ്വല്ലറികളുടെ നടത്തിപ്പും അവകാശവും 3 പെൺമക്കൾക്കുമായി നൽകിയിരുന്നു. തുടർന്ന് ഭീമയുടെ അടൂർ ജ്വല്ലറി ലഭിച്ച മകളെ ചില ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെ ഒരു പരസ്യം നൽകിയതെന്നാണ് ശ്രീരാജ് ഇപ്പോഴും പറയുന്നത്. അന്നം തന്ന സ്ഥാപനത്തെ ഇത്രയായിട്ടും തള്ളി പറയുന്നില്ല ശ്രീരാജ്. ഞാൻ ചെയ്യാത്ത തെറ്റാണ് അതിനകത്ത് കാണിച്ചത്. എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായ ഒരു കാര്യം, എന്റെ ഫോട്ടോ വെച്ചിട്ട് അവര് ഇത്രയും ഒരു വാർത്ത കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ക്രിമിനൽ ഒഫൻസ് ആണ് എന്റെ പേരിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത്. ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്ഥാപനം എന്ന രീതിയിൽ തന്നെയാണ് ഈ 11 വർഷവും ഞാൻ ആ ഷോറൂം കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതാണ് ഇപ്പോഴത്തെ എന്റെ ഈ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട്. ഇവർക്കൊക്കെയും ശ്രീരാജിനെ അറിയാമെങ്കിൽ കൂടി മക്കൾക്കുണ്ടായ അപമാനമാണ് ശ്രീരാജിനെ ഇപ്പോൾ ഏറെ അലട്ടുന്നത്. സ്കൂളിൽ പോലും പോകാൻ മടിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ഒപ്പം കരിയർ നശിച്ചു പോയതിലെ ദുഃഖവും. ഇനി ഒരു ജോലി ലഭിക്കരുതെന്ന ദേഷ്യത്തോടു കൂടിയാണ് ഇവരിതൊക്കെ ചെയ്തതെന്ന് ശ്രീരാജ് പറയുന്നു. ഇത് ഞാൻ ഫേസ് ചെയ്യും, എന്റെ വൈഫും ഫേസ് ചെയ്യും. പക്ഷേ എന്റെ മോനടക്കം സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ്. എന്നിട്ട് എന്റെ മോള് അവള് പോലും അവളിപ്പോ +2 പഠിക്കുന്നതാണ്. ഇന്ന് എക്സാം എഴുതാനൊക്കെ പോകുന്നില്ല എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്കോ എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സത്യം, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആര് തന്നെയായാലും അവർ മാത്രമായിരിക്കും ഉത്തരവാദികൾ. ഒരാളും കാണത്തില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അത്രയേറെ ഞാൻ മനം നൊന്ത് പറയുന്ന ഒരു കാര്യം മാത്രമാണത്. ഈ ഫോട്ടോ വെച്ചിട്ട് അവരെന്തിനത് ചെയ്തു, എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുന്ന നിമിഷം വരെയും ഇറങ്ങിക്കഴിഞ്ഞ് 11 ദിവസവും ഞാൻ ഭീമയ്ക്ക് വേണ്ടി മോശമായ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഈ 11ാമത്തെ ദിവസവും ഞാൻ മോശമായ ഒരു വേർഡും ഉപയോഗിച്ചിട്ടില്ല. മാനേജ്മെന്റിൽ വന്ന ഒരു വ്യത്യാസം കാരണം ഞാൻ ഇറങ്ങുന്നു എന്ന് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എന്റെ മാനം പോയതാണ്. ഞാൻ പറയുന്നില്ല,
ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചതിന് തുല്യമേ മരിക്കുന്നോ അങ്ങനത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ ഞാൻ പോകുന്നു. കാരണം അതായത് ഒരു 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 എന്താ പറയുന്ന ഒരടുക്കില്ലാത്ത രീതിയിൽ ഇപ്പൊ പോകുന്നു. മാനേജ്മെന്റിൽ വന്ന ഒരു വ്യത്യാസം കാരണം പുതിയതായിട്ട് കയറിയ ആൾക്കാർ, മുതലാളിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്. ഞാൻ 100% എനിക്ക് ഉറപ്പാണ്. അവർ തന്നെയാണ് മുതലാളിയെ തെറ്റിദ്ധരിപ്പിച്ച് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുത്ത് ഇപ്പം എന്നെ ഈ അവസരമാക്കിയിരിക്കുന്നത്. അവർ ചെയ്യുന്ന എന്തൊക്കെയായാലും നഷ്ടപ്പെട്ടത് ശ്രീരാജിന് മാത്രമാണ്. ശ്രീരാജിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയത് മാനേജ്മെന്റിന്റെ തികഞ്ഞ ഹുങ്കും. ഇതിന് മറുപടി പറയണം. ഭീമ എന്ന ഭീമന്റെ ന്യായം എന്തെന്ന് പൊതുജനത്തിന് അറിയണം. അതിലുപരി ശ്രീരാജിന് അറിയണം. അപകീർത്തികരമായി പരസ്യം കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് മറുപരസ്യം കൊടുക്കുമോ നിങ്ങൾ? നിങ്ങളുടെ സ്ഥാപനത്തിൽ നടന്ന ക്രമക്കേടുകളും അത് നടത്തിയവരെയും ശ്രീരാജിന് അറിയാമെന്ന് തുറന്നു പറയുന്നുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പൗരനെ അപകീർത്തിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അതും ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട്. എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? പ്രശ്നം നിയമപരമായി നേരിടുന്ന കാര്യത്തിൽ ശ്രീരാജ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കയ്യിൽ കാശുള്ളവന് എന്തും നടക്കുമെന്നതാണ് കേരളത്തിലെ അവസ്ഥ. നീതിന്യായ വ്യവസ്ഥയെങ്കിലും ഈ മനുഷ്യന് തുണയാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. 11 വർഷം ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ ഞാൻ ചെലവഴിച്ചത് ഈ ഭീമ എന്ന് പറയുന്ന സ്ഥാപനത്തിലും ആവർത്തിയും വേണ്ടിയാണ്, കോവിഡ് സമയത്തും ഒക്കെ. പിന്നെ അത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി മുകളിലുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം, ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു മാനക്കേട് ഉണ്ടാകുമ്പോഴേ ആ കുഞ്ഞുങ്ങൾ പറയുമ്പോഴേ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് എന്റെ സങ്കടം. എനിക്കുകൊണ്ട് 10-15 വയസ്സായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ കയറിയിരിക്കുന്ന ആൾക്കാരില് അവർ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞാൻ എവിടെയെങ്കിലും വിളിച്ച് പറയുമോ അല്ലെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ഈ കളികൾ കളിച്ചിരിക്കുന്നത്. മനസ്സിലായി? എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. അത് ഞാനും ചോറുണ്ട് വയറു നിറയ്ക്കുന്ന മനുഷ്യനാണ് ഞാനും. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഇത്രയും കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് 11 ദിവസം ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം പല കസ്റ്റമേഴ്സും അവിടെ തിരക്കി ചെന്ന് കഴിഞ്ഞാണ് ഞാൻ റിസൈൻ ചെയ്തവർ അറിയുന്നത്. എന്നിട്ട് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത സമയത്ത് പോലും ഞാൻ ഗോവിന്ദ് സാറിനോട് സംസാരിക്കാൻ സാറിന്റെ ക്യാബിനിൽ ചെന്നിട്ട് പോലും സാറിന് അത് കേൾക്കാനുള്ള മനസ്സുണ്ടായില്ല. സാറ് പറയുന്നത് ഞാൻ ഏതോ ഒത്തിരി തെറ്റ് ചെയ്തു, ഏതോ ഒരു മഹാപരാധം ചെയ്ത്, അത് തെളിവുണ്ട്, താനത് കേൾക്കണോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സാറ് വല്ലാതെ ദേഷ്യപ്പെട്ട്. ഞാൻ പറഞ്ഞു ശരി സാർ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കതിനകത്ത് പേടിയില്ല. മുതലാളിത്ത വ്യവസ്ഥയുടെ അതുണ്ടാക്കുന്ന ഭീകര പ്രത്യാഘാതത്തിന്റെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. മുതലാളിമാരിൽ നിന്ന് പതിവ് പടി പറ്റാത്ത ഏതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കൂ. ശ്രീരാജിന് നീതി വേണം. ഇനി ഒരാളും കുത്തക മുതലാളിമാരുടെ ഇത്തരം അഹങ്കാരത്തിൽ പെട്ടുപോകരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.